നമസ്കാരം. ശബരിമല തന്ത്രിയായിരുന്ന കേസിൽപ്പെട്ട കണ്ഠര് രാജീവൻ ഇദ്ദേഹം കോടിക്കണക്കിന് രൂപ ഒരു സ്വകാര്യ ധനസ്ഥാപനത്തിൽ നിക്ഷേപിച്ചു. കഴിഞ്ഞ ദിവസം അവരെ ചോദ്യം ചെയ്തപ്പോൾ, അവരോട് ചോദിച്ചപ്പോൾ ഇഡിയോട് അവർ പറഞ്ഞത് ചിലപ്പോൾ പൈസ കാണുമായിരിക്കും, ഇല്ലായിരിക്കും, അത് പരിശോധിച്ച ശേഷമേ പറയാൻ പറ്റൂ. ഇവന്മാരെയൊക്കെ കഴുത്തിന് പിടിച്ച് പൊക്കിക്കൊണ്ടുപോയിട്ട് അങ്ങ് കൊടയുമ്പം തന്ത്രി എത്ര രൂപ കൊണ്ടിട്ടു, എവിടുന്നാണ് കൊണ്ടിട്ടത്, എത്ര കെട്ടുകളായിട്ടാണ് കൊണ്ടിട്ടത്, എത്ര നോട്ടുകൾ കൊണ്ടിട്ടു എന്നൊക്കെ അവന്മാർ പറഞ്ഞോളൂ, ഒരു കുഴപ്പവുമില്ല. തന്ത്രിക്ക് എവിടുന്നാണ് ഇതിന് മാത്രം പണം എന്നുള്ള ചോദ്യവും അവിടെ ഉണ്ടാകും. എന്തായാലും സോഴ്സ് കാണിക്കണമല്ലോ, ഇല്ലെങ്കിൽ അത് ബ്ലാക്ക് മണിയാണ്. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ കൊണ്ട് ഇട്ട സ്ഥിതിക്ക് അത് ബ്ലാക്ക് മണി ആകാൻ തന്നെയാണ് സാധ്യത. ഏതാണ്ട് 99% അക്കൗണ്ടിൽ പെടാത്ത പൈസയാണ്. ഇത്തരത്തിൽ എവിടുന്നൊക്കെ പൈസ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചുകൂടി അന്വേഷിക്കേണ്ടതാണ്. വിദേശത്തും അവിടെയും ഇവിടെയും ഒക്കെ പൂജകൾ കഴിക്കുന്നു, ഇതിനൊന്നും കൃത്യമായ കണക്കില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇതിന്റെ ഒരാളൊരു ദക്ഷിണ കൊടുക്കുന്നു, അത് ചിലപ്പോൾ 1000 രൂപയായിരിക്കും, ചിലപ്പോൾ 1 ലക്ഷം രൂപയായിരിക്കും, ചിലപ്പോൾ 5 ലക്ഷം രൂപയായിരിക്കും. ശബരിമല തന്ത്രി ആയതുകൊണ്ട് 1 ലക്ഷത്തിൽ കുറഞ്ഞ ദക്ഷിണയൊന്നും ഇദ്ദേഹം മേടിക്കുകയില്ല എന്നുള്ള ചില പറച്ചിലുകളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇനി കണ്ഠര് രാജീവരെ ശബരിമലയ്ക്ക് വേണ്ട. തന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി മല കയറില്ല, അദ്ദേഹത്തെ വേണ്ട എന്ന് ദേവസ്വം ബോർഡും തീരുമാനമെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് കെ ജയകുമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇക്കാര്യം സംസാരിച്ചത്. ഇനി കണ്ഠര് രാജീവര് ഈ ശബരിമലയിലെ തന്ത്രസ്ഥാനം വഹിക്കേണ്ട കാര്യമില്ല, വഹിക്കേണ്ട. അതിന്റെ പിൻതലമുറക്കാരോ അല്ലെങ്കിൽ മറ്റാൾക്കാരോ അദ്ദേഹത്തിന്റെ മക്കളോ ആരെങ്കിലും നോക്കിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഒരു തന്ത്രി, ക്ഷേത്രതന്ത്രി, ഇനിയിപ്പോൾ എന്ത് ന്യായീകരണം പറഞ്ഞാലും നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു നിസ്സഹായാവസ്ഥയൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു ക്ഷേത്രതന്ത്രി ഇത്തരത്തിൽ ധനമിടപാട്, അതുപോലെ തന്നെ മദ്യവ്യവസായത്തിൽ കൂടി ഇദ്ദേഹം പണം നിക്ഷേപിച്ചു എന്നൊരു വാർത്തയും ഉണ്ടായിരുന്നു. ഒരു പരിപാവനമായ ക്ഷേത്രത്തിൽ പൂജാധികാരികൾ ചെയ്യുന്ന, അതിന് പൂർണ്ണമായി അധികാരപ്പെട്ട ഒരു തന്ത്രി ഇത്തരത്തിൽ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കുക തന്നെ വേണം. അദ്ദേഹത്തെ തട്ടണം, അവിടുന്ന് തട്ടുക തന്നെ വേണം. അദ്ദേഹം ഇനി തന്ത്രി പണി ചെയ്യേണ്ട. തന്ത്രി ഒരു പണി തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു തന്ത്രിസ്ഥാനം ഇനി വഹിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഈ വാർത്തയോട് പലരും പ്രതികരിക്കുന്നത്. ഇത് ഈ വിശ്വാസികളെയും അതുപോലെ തന്നെ ഭക്തജനങ്ങളെയും ഒക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട്, അവരുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇത്തരക്കാർ ഈ ഒരു മേഖലയിൽ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത്, സ്വർണ്ണക്കൊള്ളയടക്കം നടത്തുന്നത്, മറ്റ് തട്ടിപ്പുകൾ നടത്തുന്നത്, എന്നിട്ട് അതിന്റെ അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. ഈ വൃത്തികെട്ട രാഷ്ട്രീയക്കാരുമായി ചേർന്ന് വലിയ ഒരു സംഘം തന്നെ ശബരിമലയെ കുറെ കാലങ്ങളായി തട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ബോധ്യമാകുന്നത്. ഇപ്പം SIT അന്വേഷണം എവിടെ എത്തിയില്ലെങ്കിലും, ED അന്വേഷണം എത്തിയില്ലെങ്കിലും ഇതിനകത്തൊക്കെ തന്നെ വ്യക്തമായ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പം കണ്ഠര് രാജീവര് തന്ത്രി ഇനി ശബരിമല കയറില്ല എന്ന് അദ്ദേഹം എടുത്ത തീരുമാനം തീർച്ചയായിട്ടും നന്നായി. അല്ലെങ്കിൽ അദ്ദേഹത്തെ കയറ്റില്ല എന്നെടുത്ത തീരുമാനം, ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനവും വളരെയധികം നന്നായി. ഇത്തരത്തിലുള്ള ആളുകൾ ഈ തന്ത്രവും മറ്റു കാര്യങ്ങളുമായിട്ട്, അത് ഉദ്ദേശിക്കുന്ന തന്ത്രം വേറെ ആയിരിക്കും, അത്തരം കാര്യങ്ങളുമായി ശബരിമലയിൽ എത്തേണ്ട കാര്യമില്ല. അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ, വിശ്വാസികൾ പരിപാവനമായി കരുതുന്ന, ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന ആ ഒരു ആത്മചൈതന്യമാണ് അവിടെ കുടികൊള്ളുന്നത്. അതിനെ പറ്റിച്ചുകൊണ്ടും അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടും അതിനെ തട്ടിച്ചും വെട്ടിച്ചും അടിച്ചു മാറ്റിയും ഒക്കെ തന്നെ ചെയ്യുന്നത് ഏത് തന്ത്രിയായാലും ശരി, ഏത് മേൽശാന്തി ആയാലും ശരി, ഏത് പോറ്റിയായാലും ശരി, ഏത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ആയാലും ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയാലും കമ്മീഷണർ ആയാലും ശരി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയാലും ശരി, അവർ ഇനി അങ്ങോട്ട് വരണ്ട. നിയമ നടപടികൾ അതിന്റെ ക്രമത്തിന് തുടരുമായിരിക്കും. അവരെയൊക്കെ തന്നെ ജനങ്ങൾ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിരിക്കുന്നു, തന്ത്രി കണ്ഠര് രാജീവരെ ഉൾപ്പെടെ.